വീണ്ടും ഇന്ത്യക്ക് നേരെ കടുത്ത വിഷം ചീറ്റി റിസർവ് ബാങ്ക് മുൻ ഗവർണറായ ഡോക്ടർ രഘുറാം രാജൻ രംഗത്ത്. ട്രംപിനെ അനുകൂലിച്ചും മോദിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുമാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യക്ക് അമിത ആവേശം വേണ്ട എന്നും എത്രയൊക്കെ വളർന്നാൽ പോലും ഒരിക്കലും ചൈനയുടെയും US-ന്റെയും ഒപ്പം എത്താൻ ഇന്ത്യക്ക് കഴിയില്ല എന്നതാണ് രഘുറാം രാജൻ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന GDP വളർച്ചാ നിരക്കിൽ ഇന്ത്യക്ക് വലിയ നേട്ടം കൊയ്യാൻ സാധിച്ചിരുന്നു. GDP വളർച്ചാ നിരക്ക് 6% നിന്ന് 8% ഉയർന്നതിനെ അതിനെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നതും. എന്നാൽ ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് തന്നെ അതിവേഗം ചൈനയും US-നെയും പോലെ തന്നെ ആഗോള ശക്തിയായി വളരുമെന്നതാണ് ഇന്ത്യയുടെ പ്രതീക്ഷയായി കണക്കാക്കപ്പെടുന്നത്. എന്നാൽ 8% വളർച്ച നിലനിർത്തിയപ്പോഴും ആ ലക്ഷ്യം കൈവരിക്കാൻ ഇന്ത്യക്ക് 15 മുതൽ 20 മുതൽ 30 വർഷം വരെ വേണ്ടിവരുമെന്നായിരുന്നു രഘുറാം രാജന്റെ ആ ഒരു വിമർശനം ഉയർന്നു വന്നത്. സമ്പദ് രംഗത്ത് ഇന്ത്യ ഇപ്പോഴും തന്നെ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചെറുതാക്കി കാണിക്കാനാണ് ശ്രമിക്കുന്നത് എന്നതാണ് ഇവിടെ ആക്ഷേപമായി അല്ലെങ്കിൽ അഭിപ്രായമായി ഉയർന്നു കേട്ടിരിക്കുന്നത്. UBS സെന്റർ ഫോർ എക്കണോമിക്സ് ഇൻ സൊസൈറ്റിയുടെ ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് ഇത്തരമൊരു വിമർശനം നടത്തിയിരിക്കുന്നതും. 6% വീതം വാർഷിക വളർച്ചയാണ് ഇന്ത്യ നേടുന്നതെങ്കിൽ 2047 ഇന്ത്യ ലോവർ മിഡിൽ ഇൻകം ക്ലാസ് സമ്പദ് വ്യവസ്ഥയായി തന്നെ തുടരുമെന്നായിരുന്നു രഘുറാം രാജൻ നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നത്. ഇന്ത്യയെ 2047 കൂടി തന്നെ വികസിത രാജ്യമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നത്. UBS-ന്റെ ഇതേ പരിപാടിയിലായിരുന്നു കഴിഞ്ഞ ദിവസവും രാജൻ അമേരിക്കയ്ക്കെതിരെ ആഞ്ഞടിച്ചു, അതുപോലെ മോദിക്കെതിരായ തന്റെ വിമർശനം മയപ്പെടുത്തിയും രംഗത്ത് വന്നത്. വീണ്ടും അദ്ദേഹം ഇവിടെ വലിയൊരു പ്ലേറ്റ് മാറ്റുന്ന രീതിയിലുള്ള സംസാരമാണ് അല്ലെങ്കിൽ അത്തരമൊരു പ്രസ്താവനയാണ് വീണ്ടും നടത്തുന്നത്. പകരം തീരുവ വിഷയത്തിൽ തന്നെ നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ടും രംഗത്ത് വന്നിരുന്നു. പാകിസ്ഥാന് 19% പകരം തീരുവ പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ ചുമത്തിയത് 50%. ഇത് മോദിയുടെ മുഖത്തിന് കിട്ടിയ അടിയാണ് എന്നും എവിടെയാണ് കൊട്ടി ആഘോഷിച്ച മോദി ട്രംപ് ഫ്രണ്ട്ഷിപ്പ് എന്നതായിരുന്നു രഘുറാം രാജൻ നേരത്തെ ചോദിച്ച ചോദ്യം. എന്നാൽ UBS സെന്റർ ഫോർ എക്കണോമിക്സ് ഡയലോഗിൽ രാജൻ നിലപാട് മയപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. ട്രംപ് ഇന്ത്യക്ക് മേൽ തീരുവ ചുമത്തിയതിന് പിന്നാലെ തന്നെ യഥാർത്ഥ കാരണം ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതല്ല എന്നും മറിച്ച് വ്യക്തികൾ തമ്മിലെ വിഷയമാണ് എന്നതായിരുന്നു പറഞ്ഞത്. അതേപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചത് താനാണ് എന്ന് ട്രംപ് ഡസൻ കണക്കിന് തവണ അവകാശപ്പെടുകയും ചെയ്തതും ഇവിടെ എടുത്തു പരാമർശിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ട്രംപ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: 7 വിമാനങ്ങൾ വെടിവെച്ചിട്ടു, 8ാമത്തേതിന് ചില കേടുപാടുകൾ പറ്റി. ഫലത്തിൽ 8 വിമാനങ്ങളാണ് തകർന്നു വീണതെന്നും ഇതൊരു യുദ്ധമാണ്, ആയതിനാൽ തന്നെ നിങ്ങൾ യുദ്ധം നിർത്തുന്നില്ല എങ്കിൽ നിങ്ങളുമായി വ്യാപാര ഡീലില്ല എന്ന് ഞാൻ അവരോട്, അതായത് ഇന്ത്യയോടും പാകിസ്ഥാനോടും ട്രംപ് പറഞ്ഞതായിട്ടാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ അപ്പോൾ അവർ പറഞ്ഞതും ഇതും വ്യാപാരവുമായി ബന്ധമില്ല എന്ന് അവർ തന്നെയാണ് പിന്നീട് സ്ഥിരീകരിച്ചതെന്നും ട്രംപ് ഇതിലൂടെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതേപോലെ തന്നെ ട്രംപിന്റെ വാദത്തെ പരസ്യമായി പിന്തുണച്ചും പാകിസ്ഥാൻ അടക്കം ഈ ഒരു സംഘർഷ സമയത്ത് പാകിസ്ഥാൻ ട്രംപിന് നന്ദി പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി എന്നും അത് എടുത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് രഘുറാം രാജൻ വീണ്ടും ഇന്ത്യക്ക് നേരെ ഇത്തരമൊരു വിമർശനം ഉന്നയിച്ച് രംഗത്ത് വരുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.